പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു പ്രഭാതം കൂടെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടു തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഇനിയും പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മെ കാണിക്കുന്നത്. അതിങ്ങനെ വായിക്കുന്നു: നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത്. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. അപ്പോഴതെന്താണ്? നിന്റെ സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റെ ദുഃഖകാലം തീരുകയില്ല എന്ന് അർത്ഥമാക്കുന്ന രീതിയിൽ കർത്താവ് പറയുകയാണ്, ഇപ്പോൾ നിനക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും ഞാൻ നീക്കി, അതിനു പകരം ഞാൻ നിനക്ക് അസ്തമിക്കാത്ത സൂര്യനും മാഞ്ഞു പോകാത്ത ചന്ദ്രനുമായിരിക്കും. അപ്പോൾ നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അസ്തമിക്കുന്ന സൂര്യനും മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മറഞ്ഞു പോകുന്ന ചന്ദ്രനും ദുഃഖകാലത്തെ നിലനിർത്തും. ദുഃഖവും സന്തോഷവും ദുഃഖവും സന്തോഷവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പകൽ നേരത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്തതായ പല കാര്യങ്ങളും ആ സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം. പാവപ്പെട്ടവൻ്റെയും ദരിദ്രരുടെയും ഒക്കെ വീട്ടിൽ ഒരു കണ്ണുനീരിൻ്റെ അനുഭവം. അയ്യോ, കഴിഞ്ഞ പകലിലൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് ഒരു ഉപമ ഒരിക്കൽ പറയുകയുണ്ടായി. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ വേണ്ടി വേലക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു യജമാനനോട് സ്വർഗരാജ്യം സദൃശ്യമാണ്. ആ യജമാനൻ ചെന്ന് പലയിടത്തും മെനക്കെട്ട് നിൽക്കുന്നവരെ കണ്ട്, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വരുവീൻ, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ആരും വിളിക്കായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. 2-3 നേരങ്ങളിൽ 9-ാം മണി നേരത്തും 12-ാം മണി നേരത്തും 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും എന്ന് വേണ്ട പല യാമങ്ങളെ കർത്താവ് ഉദാഹരണമാക്കി കൊടുത്തുകൊണ്ട് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതായ വാക്ക്, ഇത്രയും നേരമായിട്ടും സൂര്യൻ അസ്തമിക്കുവാനുള്ളതായ സമയം നിമിഷങ്ങൾ അടുത്തു വരുന്നു, ഇതുവരെയും ഞങ്ങളെ ആരും കൂലിക്ക് വിളിച്ചില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സൂര്യൻ്റെ സമയം, ആ ചൂട് നൽകുന്നതും പ്രകാശം നൽകുന്നതായ സമയം കഴിയാൻ പോകുകയാണ്. ദരിദ്രരായിട്ടുള്ളവർ, ആരും ക്ഷണിക്കാത്തവർ, ആരും വിളിക്കാത്തവർ തെരുവുകളിൽ നിന്നുകൊണ്ട് നെടുവീർപ്പിടുന്നു. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ദുഃഖം തീർന്നുപോയി, ഇനിയും നിനക്ക് ദുഃഖകാലം ഉണ്ടാകുകയില്ല. ഒരു സൂര്യൻ്റെ അല്ലെങ്കിൽ നിന്റെ കണ്ണിൽ കൊണ്ട് നീ കാണുന്നതായ ദൈവം സൃഷ്ടിച്ചതായ ഈ സൂര്യനെ, പ്രകൃതിദത്തമായ ഈ സൂര്യന് ഒരു ചട്ടമുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻപടിയെ പോയിക്കൊണ്ടിരിക്കുന്നതായ സൂര്യനെ നോക്കി നിന്റെ കണ്ണുനീര്, നിന്റെ പ്രയാസം, നിന്റെ ആവൽ ഇനിയും നിനക്കുണ്ടാകുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പ്രകാശം നിത്യ തേജസ്സായി നിന്റെ മേൽ ഉദിക്കുന്നു. ആ തേജസ് ഉദിക്കുമ്പോൾ ആ തേജസ് നിത്യമാണ്, എന്നും പകലാണ്, പ്രകാശമാണ്, അന്ധകാരമില്ല. അവിടെ ചന്ദ്രനും സൂര്യനും അപ്രസക്തമാണ്. അവരുടെ ഓട്ടവും അവരുടെ മറവുകളും അവരുടെ അസ്തമാനങ്ങളും അവരുടെ ഉദയവും ഒന്നും അവിടെ വലിയ പ്രസക്തിയില്ല, നിന്നെ ഏശുകയില്ല. പ്രകൃതിദത്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നിയമങ്ങളും ഭൂമിയിലെ
ആ വ്യവസ്ഥകളുമൊന്നും നിന്റെ സന്തോഷത്തെ എടുത്തു കളയുകയില്ല. ദൈവം തരുന്ന സന്തോഷം അസ്തമിക്കാത്ത സന്തോഷമാണ്. ദൈവം തരുന്നതായ സമൃദ്ധി അതൊരിക്കലും തീർന്നു പോകാത്തതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നാം ഈ ഭൂമിയിലെ അനേക വ്യവസ്ഥകളെയും കാര്യങ്ങളെയും നാം ആശ്രയിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പരാതി, ഒരു പ്രയാസം, ഒരു സങ്കടം, ആരും എന്നെ വിളിക്കായകൊണ്ട്, ഞങ്ങളെ ആരും കൂലിക്ക് വിളിച്ചില്ല. അങ്ങനെ ആ ദിവസം കൂടെ കൂലിക്ക് വിളിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നീ വെറും കൈയായി നിന്റെ ഭവനത്തിലേക്ക് ചെല്ലും. നിന്റെ കുഞ്ഞുങ്ങൾ ഓടി വരും, നിന്റെ ഭാര്യ ഓടി വരും. അപ്പനും അമ്മയും ചോദിക്കും, മോനെ വല്ലതും കിട്ടിയോ? കുഞ്ഞുങ്ങൾ നിന്നോട് ചോദിക്കും, പപ്പാ യു ബ്രോട്ട് സംതിങ് ഫോർ മീ, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ? നിന്റെ ഭാര്യ നിന്നോട് ചോദിക്കും, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? അവർക്കെല്ലാം മറുപടി കൊടുക്കുവാൻ നീ വളരെ പാടുപെടും. ആര് ചോദിച്ചിരുന്നാലും നിനക്കൊരു മറുപടിയെ നിനക്ക് പറയാൻ കഴിയുള്ളൂ, എന്നെ ആരും കൂലിക്ക് വിളിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിനക്ക് നിത്യപ്രകാശമായിരിക്കുന്ന ഒരുവൻ വന്ന് നിന്നോട് ചോദിക്കുകയാണ്, മെനക്കെട്ട് നിൽക്കുന്നത് എന്താ? ഇത്രയും നേരമായിട്ട് നീ ജോലി ചെയ്യുന്നില്ലേ? ജോലിക്കെങ്ങും പോയില്ലേ? നിന്നിൽ നിന്നൊരു എളിമയെ നിറഞ്ഞതായ വാക്ക്, യജമാനനെ കൂലിക്ക് വിളിക്കാതെ ഞാൻ എങ്ങനെ പോകും? എന്നാൽ അങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങളെ തേടി മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് കാണിക്കുവാൻ കർത്താവ് ചില ഉപമ പറഞ്ഞു. മെനക്കെട്ട് നിൽക്കരുത്, നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂലിയും പ്രതിഫലവും തരുന്നതായ മുഖപക്ഷമില്ലാതെ, സമയപക്ഷമില്ലാതെ കൂലിയും പ്രതിഫലവും തരുന്ന ഒരുവനാണ് നിന്നെ വിളിക്കുന്നത്, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവീൻ. ആ വിളിച്ചവൻ്റെ ഒരു വിശേഷത എന്താണെന്നറിയാമോ? സമയക്ലിപ്തതയൊന്നുമില്ല. വയ്യാറായല്ലോ, അല്ലെങ്കിൽ ഇത്രയും ലേറ്റായല്ലോ ഒന്നുമില്ല. അദ്ദേഹമാണ് സൂര്യനെ സൃഷ്ടിച്ചത്, അദ്ദേഹമാണ് സൂര്യന് വ്യവസ്ഥകൾ കൊടുത്തത്, ചന്ദ്രന് വ്യവസ്ഥ കൊടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് പറയുന്നത്, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നിങ്ങളും വരുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ വിളി കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്ന ഒരു സന്ദേശം, നിന്നെ ആരും വിളിച്ചില്ലെങ്കിലും ദൈവം പറയുന്നു, നിന്റെ ദുഃഖകാലം തീർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ സൂര്യൻ നിൽക്കുന്നിടത്തോളം കാലം, ഈ ചന്ദ്രൻ അതിൻ്റെ വ്യവസ്ഥ അങ്ങനെ എൻ്റെ ചക്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിന്റെ സങ്കടം മാറുകയില്ല. പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട്, ലോകത്തെ ആശ്രയിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ നന്മകളെ ആശ്രയിച്ചുകൊണ്ട്, ആ യാഥാസ്ഥിതികമായിട്ടുള്ളതായ പല വിഷയങ്ങളിലും നീ ഇടപെട്ട് അതിന്മേൽ നീ പ്രത്യാശ വെച്ചുകൊണ്ട് ഇരിക്കുന്നിടത്തോളം കാലം സങ്കടങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നിന്റെ ദുഃഖം മാറി 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 നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ മാറ്റി നിനക്ക് നിത്യ സന്തോഷം തരുവാൻ ദൈവം നിനക്ക് നിത്യ തേജസ്സായി ഭവിക്കുന്നു, നിത്യപ്രകാശമാകുന്നു. ഇനിയും പകൽ നേരത്ത് നിനക്ക് പ്രകാശം തരുന്നത് നീ കാണുന്ന, കണ്ടുകൊണ്ടിരുന്ന, നീ പഠിച്ചതായ, നീ ഗ്രഹിച്ചതായ സൂര്യനല്ല. ഞാൻ നിനക്ക് പ്രകാശമായിരിക്കും. ഈ പ്രകാശം ഒരിക്കലും അസ്തമിക്കുകയില്ല. ഈ പ്രകാശം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല, മാറിപ്പോകുകയില്ല. അത് നിനക്ക് ആവശ്യമായതൊക്കെയും തന്നുകൊണ്ട് നിന്റെ ദുഃഖകാലം തീർന്നു പോയി എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നിടം വരെയും നിന്റെ കണ്ണുനീരൊക്കെയും മാറി ഒരു സന്തോഷം, നിത്യസന്തോഷം എനിക്കും എൻ്റെ ഭവനത്തിനും സംഭവിച്ചു, അത് സമ്പാദിക്കുവാൻ കഴിഞ്ഞു, നേടുവാൻ കഴിഞ്ഞു എന്ന് നിന്റെ വായിൽ നിന്ന് നീ മൊഴിയിടുന്നിടം വരെയും ഈ സന്തോഷം നിന്റെ പുറകെ വരും. പറയുകയാണ്, നിന്റെ ദുഃഖകാലം തീർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഇനിയും നിനക്ക് പ്രകാശം തരുന്ന സൂര്യൻ അസ്തമിക്കാതെ നീ പോകുന്ന വഴികളിലൊക്കെയും നിനക്ക് അല്ലെങ്കിൽ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ആവശ്യങ്ങളെ നടത്തുവാൻ, തേജസ്സിലേക്ക് നിന്നെ വഴി നടത്തുവാൻ ശക്തമായ ഒരു വ്യക്തിയാണ് നിന്നോട് പറയുന്നത്, ഞാൻ നിനക്ക് പ്രകാശമായിരിക്കും, ഞാൻ നിനക്ക് നിത്യ തേജസ്സായിരിക്കും. ഈ സന്തോഷത്തെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.